ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലാണുള്ളത്. ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:26. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയമാണിത്. ഞാൻ ഓൾറെഡി എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഒരു ചെറിയ സ്കാൽപ്പിംഗ് ആണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ എൻട്രി എടുത്ത് എക്സിറ്റ് ആകുന്നതല്ല, കുറച്ച് ടൈം ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു സ്കാൽപ്പിംഗ് ട്രേഡ് തന്നെ ആയിരുന്നു. ഞാൻ ആ ഒരു ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രീവിയസ് ഡേ, അതായത് ഫ്രൈഡേത്തെ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഫ്രൈഡേ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രണ്ടാമത്തെ ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ മൺഡേ നോക്കാനുള്ള സാധ്യതകൾ, കാരണം ഈ ഒരു ദിവസം വലിയ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം എൻ്റെ വ്യൂ ഞാൻ ഷെയർ ചെയ്തതാണ്. എനിക്കൊരു വ്യൂ ഉണ്ടായിരുന്നത് താഴത്തേക്കാണ്. ഓക്കെ, അത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ, അല്ലെങ്കിൽ കയറില്ല. കാരണം ഇന്നത്തെ ദിവസത്തിൽ വലിയ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റും കിട്ടിയതാണ്. അപ്പോൾ പിന്നെ വെറുതെ അനാവശ്യമായിട്ടുള്ള ട്രേഡുകളിൽ കയറണ്ടെന്ന് കരുതിയാണ് ഞാൻ രാവിലെ തന്നെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ കേസ് ഞാൻ ആ ഒരു ദിവസം ട്രേഡിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരൊറ്റ ക്യാൻഡലിൽ എൻ്റെ കംപ്ലീറ്റ് ക്യാപിറ്റലിലൊക്കെ വൈപ്പ് ഔട്ട് ആകേണ്ട രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സേഫായിട്ട് ഞാൻ ആ ഒരു ദിവസം എക്സിറ്റ് അടിച്ചിറങ്ങി. രാവിലത്തെ ആ ഒരു ട്രേഡിൽ രണ്ടാമത് കയറേണ്ടി വന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു ട്രേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രൈഡേത്തെ മൂവ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളിലൂടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രൈഡേത്തെ മൂവ്മെൻറ്റ് എന്തായിരുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്തത് താഴത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഒരു ആക്ടിവിറ്റി വന്ന് മാർക്കറ്റ് പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായാലും രാവിലെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻ കേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സിൽ വന്നാലും, ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ഹാഫിൽ റിവേഴ്സിൽ വരുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മാർക്കറ്റ് പയ്യെ താഴത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ്, അതായത് വെള്ളിയാഴ്ചത്തെ മൂവ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും രാവിലെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ രാവിലത്തെ ഓപ്ഷൻ ബൈയിങ്ങിൽ ചെറിയൊരു പ്രോഫിറ്റായിട്ട് ഞാൻ ബുക്ക് ചെയ്ത് മാറ്റിയത്. ഇപ്പോൾ മാർക്കറ്റ് പതിയെ താഴത്തേക്ക് വരുന്നുണ്ട്. ഇനി വേറെ ട്രേഡ്സ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ പതിയെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട്. അതായത് രാവിലത്തെ ഓപ്പണിങ്ങിന് ശേഷം വലിയ കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് മുകളിലേക്ക് വന്നിട്ടില്ല. കാരണം എന്താണ്, പ്രീവിയസ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിൻ്റെ ഹയർ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്കാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നത്. ഇത് വളരെ ചെറിയൊരു ട്രേഡായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് എനിക്ക് വന്നില്ല. കാരണം തലേ ദിവസത്തെ മൂവ്മെൻറ്റ് നോക്കിയിട്ടായിരുന്നു ഇന്നത്തെ ആ ഒരു രാവിലത്തെ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് ചെറിയൊരു ട്രേഡ് എടുത്ത് ഇറങ്ങിയത്. ഇനിയിപ്പോൾ വേറെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഞാനൊരു ഓപ്ഷൻ സെല്ല് ചെയ്തിടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സ്ട്രൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 26,200 അല്ലെന്നുണ്ടെങ്കിൽ 26,100. അത് ഇന്നത്തെ ദിവസത്തെ മൂവ്മെൻറ്റ് ഉച്ച കഴിഞ്ഞിട്ട് എന്താണോ നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ടായിരിക്കും എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ മേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടിട്ട് നാളത്തേക്കുള്ള എക്സ്പയറി കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് എടുക്കാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനതെന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സോ എന്തായാലും നാളെ മറ്റു വീഡിയോയിൽ കാണാം. ബൈ.